നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടൻ ജയറാമിനെ ചോദ്യം ചെയ്ത SIT. ചെന്നൈയിലെ വീട്ടിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ടെന്ന് ജയറാം അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. തട്ടിപ്പിൽ പങ്കില്ലെന്നും പോറ്റിയുമായി ശബരിമലയിൽ വെച്ചുള്ള ബന്ധമാണെന്നും ജയറാം പറഞ്ഞു. പാളികൾ പൂജിച്ച 3 ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും പോറ്റി പലതവണ തന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ജയറാം മൊഴി നൽകിയിട്ടുണ്ട്. ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണപ്പാളികൾ ജയറാമിന്റെ വീട്ടിൽ എത്തിച്ച് പൂജ നടത്തിയിരുന്നു. ശബരിമലയിൽ നിന്ന് അറ്റകുറ്റപ്പണിക്കായി പുറത്തു കൊണ്ടുപോയെന്ന് കരുതുന്ന സ്വർണ്ണപ്പാളിയും ദ്വാരപാലക ശില്പവുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിന്റെ വീടുകളിൽ അടക്കം പ്രദർശിപ്പിക്കുകയും പൂജയ്ക്ക് വെക്കുകയും ചെയ്തത്. നടൻ ജയറാം, ഗായകൻ വീരമണി തുടങ്ങിയവർ പൂജയിൽ പങ്കെടുക്കുകയും ചെയ്തു. 2019 ചെന്നൈയിൽ നടന്ന പൂജയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി തന്റെ വീട്ടിലെത്തിക്കാൻ പാടില്ലായിരുന്നുവെന്ന് ജയറാം പിന്നീട് പ്രതികരിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ നിന്നുള്ള പരിചയമാണെന്നും തന്റെ കയ്യിൽ നിന്നും 1 രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നും അയ്യന്റെ മുതൽ കട്ടിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നുമാണ് അന്ന് ജയറാം പറഞ്ഞിരുന്നത്. സ്വർണ്ണപ്പാളിയിൽ പൂജ നടത്താനായത് എന്റെ ജീവിതത്തിലെ മഹാഭാഗ്യമായി കരുതിയെന്നും ഇതുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണത്തിനും സഹകരിക്കുമെന്നുമാണ് ജയറാം നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികൾക്കും ബന്ധുക്കൾക്കും വരുമാനത്തിന്റെ അനേകം ഇരട്ടി സ്വത്ത് എന്ന് ED കണ്ടെത്തൽ. പ്രതികളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ബന്ധുവീടുകളിലും നടത്തിയ പരിശോധനയിലാണ് EDയുടെ കണ്ടെത്തൽ വന്നിരിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ കള്ളപ്പണത്തിന്റെ ഉറവിടം കണ്ടെത്താനാണ് EDയുടെ തീരുമാനം. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ കുറ്റപത്രം സമർപ്പിക്കാൻ SIT വൈകുന്നതിനാൽ മുഖ്യപ്രതി ഉൾപ്പെടെയുള്ളവർ ജയിൽ മോചിതരാകാൻ സാധ്യത. കട്ടളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് കാലാവധി ഈ മാസം 31-ന് 90 ദിവസമാകുന്നതോടുകൂടി ജാമ്യ ഹർജി നൽകും. ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ സ്വാഭാവിക ജാമ്യത്തിനായി ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹർജി സമർപ്പിക്കും. സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പക്കേസിൽ നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. കട്ടളപ്പാളി കേസിലെ റിമാൻഡ് നാളെ 90 ദിവസമാകുന്നതോടുകൂടി ജാമ്യ ഹർജിയുമായി വിജിലൻസ് കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. സ്വാഭാവിക ജാമ്യം ലഭിച്ചാൽ പോറ്റിക്ക് പുറത്തിറങ്ങാൻ കഴിയും. പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല കുറ്റപത്രമെങ്കിലും സമർപ്പിക്കാൻ വൈകുന്നതാണ് പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ കാരണം.